കേൾക്കൂ, പാല് കുടിച്ചാലും കൊത്താൻ മറക്കാത്ത ആ പാമ്പിനെ നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? മനുഷ്യനും കൃത്യം അതുപോലെ തന്നെയാണ്. ഒരേയൊരു വ്യത്യാസം മാത്രം. പാമ്പിന്റെ വിഷം അതിന്റെ പല്ലുകളിലാണെങ്കിൽ മനുഷ്യന്റെ വിഷം അവന്റെ പുഞ്ചിരിയിലാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ആൾക്കൂട്ടമാണ് നിങ്ങളുടെ കരുത്ത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തെറ്റ്. ഈ ആൾക്കൂട്ടം നിങ്ങളെ ഉള്ളിൽ നിന്ന് കാർന്നു തിന്നുന്ന ചിതലുകളാണ്. നിങ്ങൾ സ്വന്തമെന്ന് കരുതുന്നതെല്ലാം വെറുമൊരു മുഖംമൂടി മാത്രമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നവർ, വിശ്വസിച്ചോളൂ, നാളെ നിങ്ങളുടെ തകർച്ച ആഘോഷിക്കും. എന്തുകൊണ്ട്? കാരണം ഈ ലോകത്ത് ആരും ആരുടേതുമല്ല. എല്ലാവരും സ്വാർത്ഥതയുടെ അടിമകളാണ്. വിശ്വാസം എന്നത് പിടിക്കുന്ന ഭാഗം ശത്രുവിന്റെ കൈയിലിരിക്കുന്ന ഒരു വാളാണെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരാളെ വിശ്വസിച്ചു എന്നതിനർത്ഥം നിങ്ങളെ കൊല്ലാനുള്ള സമ്മതം നിങ്ങൾ അവർക്ക് നൽകി എന്നാണ്. ശത്രുവിനേക്കാൾ കൂടുതൽ വേദന ഒരു സുഹൃത്ത് നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ശത്രുവിന് നിങ്ങളുടെ വീടിന്റെ വഴി അറിയില്ല. എന്നാൽ നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളുടെ ബലഹീനതകൾ കൃത്യമായി അറിയാം. ശബ്ദം പോലും പുറത്തുവരാത്ത രീതിയിൽ എവിടെയാണ് കഠാര ഇറക്കേണ്ടതെന്നും കാര്യം സാധിക്കേണ്ടതെന്നും അവനറിയാം. നിങ്ങളുടെ രഹസ്യങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു? അത് തുറന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ചു. ഓർക്കുക, സൗഹൃദത്തിൽ നിങ്ങൾ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാകും ശത്രുത വരുമ്പോൾ നിങ്ങളുടെ കഴുത്ത് ഞെരിക്കാൻ ഉപയോഗിക്കപ്പെടുക. നിങ്ങളുടെ ഈ വിഡ്ഢിത്തത്തെയോർത്ത് നിങ്ങൾക്ക് ലജ്ജ തോന്നണം. ലോകം നിങ്ങളുടെ മനസ്സിന്റെ നന്മ കാണുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ ചൂഷണം ചെയ്യാൻ ലോകം നിങ്ങളുടെ ബലഹീനതകൾ മാത്രമാണ് അന്വേഷിക്കുന്നത്. യാഥാർത്ഥ്യം വളരെ ക്രൂരമാണ്. നിങ്ങൾ ആരോടാണോ സങ്കടങ്ങൾ പറയുന്നത്, അവർ തിരിഞ്ഞു നടക്കുമ്പോൾ നിങ്ങളെ നോക്കി പരിഹസിക്കുകയാണ്. ആളുകൾ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല. അവർക്കത് നിങ്ങളോടുള്ള ഒരു ഔദാര്യമായി മാറ്റാനും സമയം വരുമ്പോൾ പലിശ സഹിതം അത് തിരിച്ചുവാങ്ങാനും വേണ്ടിയാണ് അവർ സഹായിക്കുന്നത്. ഇതൊരു കച്ചവടമാണ്, ബന്ധമല്ല. ദുർബലനായ മനുഷ്യനുമായി ചങ്ങാത്തം കൂടരുത്, കാരണം അവന് നിങ്ങളുടെ ഭാരം താങ്ങാനാവില്ല. കരുത്തനുമായി ചങ്ങാത്തം കൂടരുത്, കാരണം അവൻ നിങ്ങളെ അടിച്ചമർത്തുമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരു ബാക്കി? നിങ്ങൾ മാത്രം. നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ പോരാടേണ്ടി വരും. ഓരോ പുഞ്ചിരിക്ക് പിന്നിലും ഒരു ചതുരംഗ നീക്കമുണ്ട്. നിങ്ങളുടെ മുന്നിൽ അമിതമായി തലകുനിക്കുന്നവൻ നിങ്ങളുടെ വേരുകൾ മുറിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് മനസ്സിലാക്കുക. അമിതമായി മധുരവാക്കുകൾ പറയുന്ന മനുഷ്യനാണ് ഏറ്റവും അപകടകാരി. അവന്റെ വാക്കുകൾ തേൻ പോലെയായിരിക്കും, എന്നാൽ അവയുടെ ആഘാതം മൂർച്ചയേറിയ വാളുപോലെയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നായ്ക്കളെ കണ്ടിട്ടുണ്ടോ? റൊട്ടി എറിഞ്ഞു കൊടുക്കുന്നിടത്തോളം കാലം അവ വാലാട്ടും. റൊട്ടി തീരുന്ന ദിവസം അതേ നായ്ക്കൾ നിങ്ങളെ കടിക്കാൻ ഓടിവരും. മനുഷ്യന്റെ പ്രകൃതം നായ്ക്കളേക്കാൾ മോശമാണ്. മനുഷ്യൻ റൊട്ടി കഴിച്ച ശേഷം ആ കൈ തന്നെ വെട്ടും. ലോകത്തിന് നിങ്ങളോട് ശത്രുതയില്ല. ലോകം നിങ്ങളുടെ അസ്തിത്വത്തെ കണ്ട് അസൂയപ്പെടുകയാണ്. നിങ്ങൾ മുന്നേറുമ്പോൾ ആളുകൾ സന്തോഷിക്കുന്നില്ല. അവർ ഭയപ്പെടുകയാണ്. അവരുടെ നിഴലിനു പോലും തൊടാനാവാത്ത വിധം നിങ്ങൾ ഉയരങ്ങളിൽ എത്തുമോ എന്നതാണ് അവരുടെ ഭയം. അതുകൊണ്ടാണ് അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്, നിങ്ങളെ പുകഴ്ത്തുന്നത്, നിങ്ങളോട് മധുരമായി സംസാരിക്കുന്നത്. നിങ്ങളുടെ വേഗത നിരീക്ഷിക്കാൻ വേണ്ടി മാത്രം. അവർ നിങ്ങളുടെ സൗഹൃദത്തിലല്ല, നിങ്ങളുടെ തകർച്ചയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. വികാരങ്ങളാണ് ശക്തിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് ചാണക്യൻ പഠിപ്പിച്ചിട്ടുണ്ട്. വികാരാധീനനാകുന്ന മനുഷ്യൻ ദുർബലനാണ്. ദുർബലനായ മനുഷ്യനെ എല്ലാവരും ചവിട്ടിയരയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സിംഹം എപ്പോഴെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഒരു നിമിഷം കണ്ണടച്ചാൽ കുറുക്കന്മാർ തന്റെ തോലുരിക്കുമെന്ന് സിംഹത്തിനറിയാം. നിങ്ങളും അതുപോലെയാകണം. നിങ്ങളുടെ ഭയത്തെ നിങ്ങളുടെ ശക്തിയാക്കുക. വിശ്വാസമില്ലാതെ ജീവിതം മുന്നോട്ടു പോകില്ല എന്ന് ആളുകൾ പറയുന്നു. എന്നാൽ അന്ധമായ വിശ്വാസമില്ലെങ്കിൽ ജീവിതം വളരെക്കാലം മുന്നോട്ടു പോകുമെന്ന് ഞാൻ പറയുന്നു. മുൻപിൽ നിൽക്കുന്നയാൾ എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം എന്ന ഒറ്റ വ്യവസ്ഥയിൽ മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ടവൻ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ ദിവസത്തിനായി തയ്യാറായിരിക്കുക. നിങ്ങൾ തയ്യാറാണെങ്കിൽ വഞ്ചനയ്ക്ക് നിങ്ങളെ തകർക്കാനാവില്ല. അത് നിങ്ങളെ പഠിപ്പിക്കുക മാത്രമേയുള്ളൂ. ഇനി നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. എല്ലാ കാര്യങ്ങൾക്കും അതേ എന്ന് തലയാട്ടുന്നവരെ തിരിച്ചറിയുക. ആ ആളുകളാണ് ഏറ്റവും അപകടകാരികൾ. മുഖസ്തുതി എന്നത് വിഷമാണ്. നിങ്ങളതിനെ ബഹുമാനമായി കരുതി കുടിക്കുകയാണ്. നിങ്ങളുടെ ഓരോ തെറ്റായ തീരുമാനത്തിനും കൈയടിക്കുന്ന കള്ളനായ സുഹൃത്തിനേക്കാൾ 1000 മടങ്ങ് മികച്ചതാണ് ഒരു യഥാർത്ഥ ശത്രു. ശത്രു നിങ്ങളെ ജാഗരൂകരാക്കുന്നു. സുഹൃത്ത് നിങ്ങളെ ഉറക്കുന്നു. ഉറങ്ങിപ്പോയവൻ മരിച്ചവന് തുല്യമാണ്. രാഷ്ട്രീയമായാലും വീട്ടുപറമ്പായാലും ചതുരംഗപ്പലക എല്ലായിടത്തും വിരിച്ചിട്ടുണ്ട്. നിങ്ങൾ കാലാളാണെങ്കിൽ നിങ്ങൾ ബലിയാടാക്കപ്പെടും. നിങ്ങൾ രാജാവാണെങ്കിൽ എല്ലാ സമയത്തും സ്വന്തം മന്ത്രിയിൽ നിന്ന് പോലും നിങ്ങൾ അകന്നു നിൽക്കേണ്ടിവരും. ചാണക്യനീതിയിലെ ഏറ്റവും വലിയ നിയമം: നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും ആരോടും പറയരുത്. അത് എത്ര വേണ്ടപ്പെട്ടവനായാലും ശരി. ഇരയാകാൻ പോവുകയാണെന്ന് അറിയാത്ത കാലത്തോളം ഒരു മൃഗവും രക്ഷപ്പെടാൻ ശ്രമിക്കില്ല. കൃത്യം അതുപോലെ നിങ്ങളുടെ ഭക്തിയുടെയും ശക്തിയുടെയും ആഴം ആളുകൾക്കറിയാത്ത കാലത്തോളം അവർക്ക് നിങ്ങളുടെ വഴി തടയാനാവില്ല.
നാവിന് കടിഞ്ഞാണിടുക. കുറച്ച് സംസാരിക്കുക. ആർക്കും അളക്കാനാവാത്ത വിധം ആഴമുള്ളവനാകുക. സമുദ്രം ശാന്തമായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഭയം ജനിപ്പിക്കുന്നത്. നിങ്ങളും ആ സമുദ്രമാകുക. നിങ്ങൾ മാറിയെന്ന് ആളുകൾ പറയും. നിങ്ങൾക്ക് കല്ലിന്റെ മനസ്സാണെന്ന് ആളുകൾ പറയും. ആയിക്കോട്ടെ, അവരുടെ പണി പറയുക എന്നതാണ്, നിങ്ങളുടെ പണി രക്ഷപ്പെടുക എന്നതാണ്. കാരണം നിങ്ങൾ വീഴുമ്പോൾ അതേ ആളുകൾ നിങ്ങളെ പാവം എന്ന് വിളിച്ച് മുന്നോട്ടു പോകും. ആരും കൈ നീട്ടില്ല. വിശ്വസിക്കുന്നത് നിർത്തുക. പരീക്ഷിക്കാൻ തുടങ്ങുക. ഓരോ മനുഷ്യനെയും അവന്റെ യോഗ്യതയുടെയും പ്രകൃതത്തിന്റെയും ത്രാസിൽ തൂക്കിനോക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി 10 ചുവട് നടന്നാൽ മാത്രം നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു ചുവട് വയ്ക്കുക. അതിനു മുമ്പ് വേണ്ട. ഇപ്പോൾ ഉണരാനുള്ള സമയമാണ്. നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് ആ കുട്ടിക്കളി വലിച്ചെറിയുക. ഈ ലോകം ഒരു അമ്പലമല്ല, ഇതൊരു അറവുശാലയാണ്. എല്ലാവരും മറ്റൊരാളുടെ കഴുത്തറുക്കാൻ തയ്യാറായി ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കുഞ്ഞാടാകണോ അതോ ചെന്നായാകണോ? ഈ തീരുമാനം നിങ്ങളുടേതാണ്. കുഞ്ഞാടായാൽ നിങ്ങൾ ബലിയാടാകും. ചെന്നായ ആയാൽ നിങ്ങൾ ഭരിക്കും. ചെന്നായ ഒരിക്കലും ആരെയും വിശ്വസിക്കില്ല. അത് തന്റെ ഇരയെയും സ്വന്തം ശക്തിയെയും മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഓർക്കുക, ഈ ലോകത്ത് ദുഃഖത്തിന്റെ ഏറ്റവും വലിയ കാരണം പ്രതീക്ഷയാണ്. നിങ്ങൾ ആരെയെങ്കിലും വിശ്വസിക്കുമ്പോഴാണ് പ്രതീക്ഷ ജനിക്കുന്നത്. വിശ്വാസം അവസാനിപ്പിക്കുക. പ്രതീക്ഷ താനേ മരിക്കും. പ്രതീക്ഷ മരിക്കുമ്പോൾ നിങ്ങൾ സ്വതന്ത്രനാകും. പിന്നെ ആർക്കും നിങ്ങളെ വഞ്ചിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യത തന്നെ ഇല്ലാതാക്കി. നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയുക. ലോകത്തെ മുഴുവൻ കത്തിക്കാൻ കഴിയുന്ന ആ തീപ്പൊരി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ സൗഹൃദമെന്ന തണുത്ത ചാരത്തിനടിയിൽ നിങ്ങൾ അതിനെ ഒളിപ്പിച്ചുവെച്ചിരിക്കുകയാണ്. അതിനെ പുറത്തെടുക്കുക. ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. ആർക്കും നിങ്ങളെ പിന്തുടരാൻ കഴിയാത്ത വഴിയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുർബലമായ വശങ്ങളില്ല. നിങ്ങൾക്ക് ഭയമില്ല. നിങ്ങൾക്ക് വഞ്ചനകളില്ല. ചാണക്യന്റെ ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലെ ചുവരുകളിൽ എഴുതിവെക്കുക. ഒരിക്കലും ആരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ശക്തമാണെങ്കിൽ മാത്രം നിങ്ങളെത്തന്നെ വിശ്വസിക്കുക. ബാക്കിയെല്ലാം വെറുമൊരു വഞ്ചനയാണ്. ഭയപ്പെടുത്തുന്ന ഒരു വഞ്ചന. കേൾക്കൂ, ഈ കഥ കഴിഞ്ഞിട്ടില്ല. ഇത് നിങ്ങളുടെ പുതിയ ജന്മത്തിന്റെ തുടക്കം മാത്രമാണ്. ഈ അറിവ് കുടിച്ചുനോക്കൂ. നിങ്ങളുടെ ആത്മാവിൽ കയ്പുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ജീവിതം അമൃതുപോലെ പരിശുദ്ധമാകും. വിശ്വാസം. ഈ വാക്ക് ഇന്നുമുതൽ നിങ്ങൾക്കൊരു അസഭ്യവാക്കായിരിക്കണം. നിങ്ങൾ നിയമത്തെ മാത്രം വിശ്വസിക്കുക. നീതിയെ വിശ്വസിക്കുക. നിങ്ങൾ എവിടെ നിന്നാണോ തുടങ്ങിയത് ആ ശൂന്യതയെ വിശ്വസിക്കുക. ഇനി എഴുന്നേൽക്കൂ. നിങ്ങളുടെ അടുത്തുള്ള ആ മനുഷ്യനെ തിരിച്ചറിയുക. അവൻ നിങ്ങളുടെ ഘാതകനുമാകാം. വിശ്വാസമാണ് ബന്ധങ്ങളുടെ അടിസ്ഥാനമെന്ന് ആളുകൾ പറയുന്നു. എന്നാൽ ആദ്യത്തെ മഴയിൽ തന്നെ ഒലിച്ചുപോകുന്ന പച്ചമണ്ണാണ് അതെന്ന് ഞാൻ പറയുന്നു. ഏത് ബന്ധത്തിലാണോ അഹങ്കാരവും സ്വാർത്ഥതയും പരിധിയിലധികം മധുരവുമുള്ളത്, അതിന്റെ മരണമുറപ്പാണെന്ന് ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ രക്തബന്ധങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എപ്പോഴെങ്കിലും കണ്ണാടി നോക്കിയിട്ടുണ്ടോ? ഭൂമി ഭാഗിക്കുമ്പോൾ അതേ രക്തം തന്നെ ചോരയ്ക്ക് ദാഹിക്കുന്നത് കാണാം. അച്ഛന്റെ കസേര ഒഴിയുമ്പോൾ അതിലിരിക്കാൻ അച്ഛന്റെ മരണത്തിനായി കാത്തിരിക്കുന്നത് സ്വന്തം മകൻ തന്നെയായിരിക്കും. ഇത് കൈപ്പേറിയതാണ്. അതെ, ഇത് കൈപ്പേറിയതാണ്. എന്നാൽ ഇതാണ് സത്യം. ബന്ധങ്ങളുടെ പേരു പറഞ്ഞ് ആളുകൾ നിങ്ങളെ ബന്ധിക്കുന്നത് നിങ്ങൾ അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങാൻ വേണ്ടിയാണ്. സ്നേഹത്തിന്റെ പേരിൽ നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. നിങ്ങൾ ആരോടെങ്കിലും പ്രണയത്തിലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. യഥാർത്ഥത്തിൽ അവർ നിങ്ങൾക്ക് നൽകുന്ന ആ തോന്നലിനോടാണ് നിങ്ങൾ പ്രണയത്തിലാകുന്നത്. ആ തോന്നൽ അവസാനിക്കുന്ന ദിവസം ആ മനുഷ്യൻ നിങ്ങൾക്ക് ഒരു അപരിചിതനേക്കാൾ മോശക്കാരനാകും. അതിപരിചയാത് അവജ്ഞാനാം. അതായത്, ഒരാളോട് അമിതമായി അടുത്താൽ അപമാനം മാത്രമാകും ഫലം എന്ന് ചാണക്യൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുറിയിൽ എപ്പോൾ വേണമെങ്കിലും വരാനുള്ള അവകാശം നിങ്ങൾ ഒരാൾക്ക് നൽകുമ്പോൾ, നിങ്ങളുടെ സ്വഭാവത്തെ എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാനുള്ള അവകാശമാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ അവർക്ക് നൽകുന്നത്. അകലം പാലിക്കുക. സിംഹം എത്ര വിശന്നാലും പുല്ല് തിന്നില്ല. തന്റെ ഗുഹയിലേക്കുള്ള വഴി അതെപ്പോഴും രഹസ്യമാക്കി വയ്ക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ മനസ്സിന്റെ വിലാസം നൽകി നടക്കുന്നത്? ഇനി സംസാരിക്കാം സഹോദരനെ സഹോദരനുമായി പോരടിപ്പിച്ച ആ കാര്യത്തെക്കുറിച്ച്. പണം, സമ്പത്ത്. ശത്രുവിനെ മിത്രവും മിത്രത്തെ ശത്രുവുമാക്കുന്ന ശക്തിയാണത്. ഒരാളുടെ തനിനിറം അറിയണമെങ്കിൽ അയാൾക്ക് കുറച്ചു പണവും അധികാരവും കൊടുത്തുനോക്കുക എന്നത് ചാണക്യന്റെ നിയമമായിരുന്നു. അവൻ മാറിയില്ലെങ്കിൽ അവൻ മനുഷ്യനല്ല, ദൈവമാണ്. പക്ഷേ ദൈവങ്ങളെ എവിടെ കിട്ടാനാണ്? ഈ ലോകത്ത് ചെന്നായ്ക്കൾ മാത്രമേയുള്ളൂ. പണം വരുന്നതോടെ ബന്ധങ്ങൾ മാറുന്നു. നിങ്ങളുടെ കയ്യിൽ പണമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ചുറ്റും ആളുകളുടെ ഒരു മേള തന്നെയുണ്ട്. തിജോറി കാലിയാകുന്ന ദിവസം നിങ്ങളുടെ സ്വന്തം നിഴൽ പോലും നിങ്ങളെ തിരിച്ചറിയാൻ വിസമ്മതിക്കും. നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ സഹായിച്ച ആ ദിവസം ഓർക്കുക. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പണം തിരികെ ചോദിക്കുമ്പോൾ നിങ്ങൾ കുറ്റവാളിയാകുകയും അവൻ ഇരയാവുകയും ചെയ്യുന്നു. പണം സൗഹൃദത്തിന്റെ ഘാതകനാണ്. സൗഹൃദം നിലനിർത്തണമെങ്കിൽ ഒരിക്കലും പണമിടപാട് നടത്തരുത്.
സൗഹൃദം അവസാനിപ്പിക്കണമെങ്കിൽ കടം കൊടുക്കുക. സഹായങ്ങൾ മറക്കുക എന്നത് മനുഷ്യന്റെ പ്രകൃതമാണ്. എന്നാൽ സ്വന്തം സ്വാർത്ഥത അവൻ ഒരിക്കലും മറക്കില്ല. ആളുകൾ നിങ്ങളുടെ കരുത്തിനൊപ്പമല്ല, നിങ്ങളുടെ പദവിയോടാണ് ചേരുന്നത്. നിങ്ങളുടെ പദവി താഴുന്ന അന്ന് നിങ്ങളുടെ വിശ്വാസം ഒരു ചവറ്റുകുട്ടയിലായിരിക്കും. കേൾക്കൂ, നിങ്ങൾ ക്വിക്സാൻഡ്, അതായത് ചതുപ്പുനിലം കണ്ടിട്ടുണ്ടോ? വിശ്വാസം കൃത്യം അതുപോലെയാണ്. അതിലേക്ക് എത്രത്തോളം താഴ്ന്നു പോകുന്നുവോ അത്രത്തോളം ശ്വാസം മുട്ടും. രാഷ്ട്രീയത്തിനു വേണ്ടി ചാണക്യൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ നടക്കുന്നത്. നിങ്ങൾക്കെതിരായ ഗൂഢാലോചനകൾ പുറത്തല്ല, നിങ്ങളുടെ വീടിനുള്ളിലാണ് രൂപപ്പെടുന്നത്. വിഭീഷണൻ ലങ്ക കത്തിച്ചിരുന്നില്ല. അവൻ രഹസ്യം പറയുക മാത്രമാണ് ചെയ്തത്. കത്തിച്ചത് രാമനാണ്. പക്ഷെ രഹസ്യം കിട്ടിയില്ലായിരുന്നെങ്കിൽ ലങ്ക ഒരിക്കലും കത്തില്ലായിരുന്നു. നിങ്ങളുടെ ലങ്കയും കത്തുക നിങ്ങളുടെ സ്വന്തം ആരെങ്കിലും വിഭീഷണനാകുമ്പോൾ മാത്രമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വ്യക്തിയാണ് എപ്പോഴും വിഭീഷണനായി മാറുന്നത്. തെറ്റ് നിങ്ങളുടേതാണ്. നിങ്ങളുടെ നെഞ്ചു തുളയ്ക്കാനുള്ള അമ്പ് അവന് നൽകിയത് നിങ്ങളാണ്. നിങ്ങളുടെ മരണം വരാനുള്ള വഴി കാണിച്ചു കൊടുത്തത് നിങ്ങളാണ്. ഇനി കരയുന്നത് നിർത്തുക. ഈ കരച്ചിൽ ദുർബലന്മാരുടെ പണിയാണത്. ചാണക്യന്റെ ശിഷ്യനാണെങ്കിൽ എഴുന്നേറ്റ് ചതുരംഗപ്പലക ഒരുക്കുക. ഇനി നിങ്ങൾ കരയരുത്. നിങ്ങളുടെ നിഷ്കളങ്കതയെ വിറ്റവരെ ഇനി നിങ്ങൾ കരയിക്കണം. ഇനി മുതൽ ഓരോ മനുഷ്യനും ഒരു ചോദ്യമാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തണം. ഓരോ ബന്ധവും ഒരു കച്ചവടമാണ്. അതിന്റെ ലാഭനഷ്ടങ്ങൾ നിങ്ങൾ അളക്കണം. ഞാൻ എപ്പോഴും നിന്നോടൊപ്പമുണ്ടെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. എന്നിട്ട് ചിന്തിക്കുക, എത്ര കാലം? നിന്റെ നേട്ടം കഴിയുന്നതുവരെ. ആളുകൾ സമയത്തെപ്പോലെയാണ്. സമയം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ആരുടെയും സഹായം ആവശ്യമില്ലാത്ത വിധം നിങ്ങളെത്തന്നെ ശക്തനാക്കുക. ഏകാന്തത ഒരു ഭയമല്ല, ഏകാന്തത ഒരു സൂപ്പർ പവറാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നിൽ കഠാരയിറക്കാൻ ആരുമുണ്ടാകില്ല. നിങ്ങൾ നേരിടുന്നത് ശത്രുവിനെ മാത്രമായിരിക്കും, രാജ്യദ്രോഹിയെയല്ല. ശത്രുവോട് പോരാടാൻ എളുപ്പമാണ്, രാജ്യദ്രോഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ അസാധ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? അതോ ഇപ്പോഴും പഴയ പ്രതീക്ഷകളുടെ പുതപ്പും പുതച്ചുറങ്ങാനാണോ ആഗ്രഹം? ലോകം മാറുകയാണ്, ആളുകൾ മാറുകയാണ്. നിങ്ങൾ എപ്പോഴാണ് മാറുക? ഇന്നലെ വരെ നിങ്ങൾ ഇരയായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾക്ക് വേട്ടക്കാരനാകണം. വേട്ടക്കാരൻ ഒരിക്കലും തന്റെ ഇരയെ വിശ്വസിക്കില്ല. ഓർക്കുക, ഹൃദയം ശുദ്ധിയുള്ളവരുടെ ജീവിതം പലപ്പോഴും ഒരു ശവപ്പറമ്പായിരിക്കും. മനസ്സ് ശുദ്ധമാക്കി വെക്കരുത്, ബുദ്ധി കൂർപ്പിച്ചു വെക്കുക. കാരണം ഈ ലോകം പ്രവർത്തിക്കുന്നത് മനസ്സുകൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ്. വഞ്ചിച്ച ഒരാളോടും ചാണക്യൻ ഒരിക്കലും ക്ഷമിച്ചിട്ടില്ല. എന്തുകൊണ്ട്? കാരണം ശിക്ഷ തെറ്റിനു മാത്രമുള്ളതല്ല, വരാനിരിക്കുന്ന കാലത്തേക്കുള്ള ഒരു പാഠം കൂടിയാണ് ശിക്ഷ. ഈ അറിവ് നിങ്ങളുടെ രക്തത്തിൽ അലിഞ്ഞു ചേരാൻ അനുവദിക്കുക. നിങ്ങളുടെ വിശ്വാസം തകരുന്നതുവരെ നിങ്ങളുടെ ശക്തി ഉണരില്ല. നിങ്ങളുടെ ശക്തി ഉണരുന്ന ദിവസം ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കാൽക്കീഴിലാകും. എന്നാൽ അതുവരെ ഒരിക്കലും ആരെയും വിശ്വസിക്കരുത്, അത് നിങ്ങളുടെ സ്വന്തം ആളായാൽ പോലും. കേൾക്കൂ, ഞാൻ പറഞ്ഞത് വെറും വാക്കുകളല്ല. അന്ധമായി വിശ്വസിച്ച് മണ്ണടിഞ്ഞുപോയ കോടിക്കണക്കിന് ആളുകളുടെ ചാരമാണത്. ഇന്ന് നിങ്ങൾക്കൊരവസരമുണ്ട്. ഒന്നുകിൽ ആ ചാരക്കൂമ്പാരത്തിൽ ലയിച്ചു ചേരുക, അല്ലെങ്കിൽ എല്ലാ വഞ്ചനകളെയും ചുട്ടരിക്കുന്ന ഒരു തീജ്വാലയായി മാറുക. ശത്രുവിനെ മുട്ടുകുത്തിക്കുന്നതാണ് ശാസ്ത്രമെന്നും പിന്നിൽ നിന്നുള്ള ആക്രമണം തടയുന്നതാണ് ശസ്ത്രമെന്നും ആചാര്യ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ ബുദ്ധിയും ചതുരതയുമാണ്. ലോകം നിങ്ങളെ മോശക്കാരൻ എന്ന് വിളിക്കും, ആളുകൾ നിങ്ങളെ സ്വാർത്ഥൻ എന്ന് വിളിക്കും. കേട്ടോളൂ, കാരണം ചെന്നായ്ക്കൾ സ്വാർത്ഥനെന്ന് വിളിക്കുമ്പോൾ സിംഹത്തിനതൊരു പ്രശ്നമല്ല. താൻ ചതുരംഗത്തിലെ കളിക്കാരനാണെന്ന് അവനറിയാം, വെറുമൊരു കരു അല്ല എന്ന്. ഇനി വീട്ടിൽ പോയി നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആളുകളുടെ കണ്ണുകളിലേക്ക് നോക്കുക. അവരുടെ കൃഷ്ണമണികൾക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും സ്വാർത്ഥത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ഇതുവരെ കാണാൻ തുടങ്ങിയിട്ട് പോലുമില്ലെന്ന്. നിങ്ങളുടെ നിഷ്കളങ്കതയെ ഇന്നിവിടെ തന്നെ കുഴിച്ചുമൂടുക. കാരണം ഈ ലോകം നിഷ്കളങ്കരെ തിന്നുകയും ബുദ്ധിമാന്മാരെ സല്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓർക്കുക, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവനാണ് ഏറ്റവും വലിയ അപകടകാരി. എന്നാൽ അറിവുള്ളവൻ അസാധ്യനായ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അസാധ്യനായ ഒരുവനാകണം. നിങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുന്നത് പോകട്ടെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുന്നത് പോലും ശത്രുവിന് ഒരു സ്വപ്നമായി മാറുന്ന രീതിയിലുള്ള ഒരാളാകണം നിങ്ങൾ. ജീവിതം ചതുരംഗമാണ്. നിങ്ങളുടെ അടുത്ത ചുവട് നിങ്ങളുടെ മരണമോ വിജയമോ തീരുമാനിക്കും. തീരുമാനം നിങ്ങളുടേതാണ്. വിശ്വസിച്ചു മരിക്കണോ അതോ സംശയിച്ചു ഭരിക്കണോ? ചാണക്യന്റെ ഈ നയങ്ങൾ വെറും വാക്കുകളല്ല, ജീവിത രീതിയാണ്. ഇന്ന് നിങ്ങൾ ഒരു തെറ്റെങ്കിലും ചെയ്താൽ നാളെ ഒരു ചാണക്യനും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. നിങ്ങളുടെ പരിച നിങ്ങൾ തന്നെയാകുക. ഇന്നത്തെ ഈ കൈപ്പേറിയ സത്യം നിങ്ങളുടെ കണ്ണിലെ മൂടുപടം മാറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഒരു വഞ്ചനയിലായിരുന്നു ജീവിച്ചിരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, ഈ ശക്തിയെ നിങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത്. നിങ്ങൾ നശിക്കുന്നതിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ അറിവ് എത്തിക്കുക. എന്നാൽ ഓർക്കുക, ഇതിന് അർഹരായവർക്ക് മാത്രം. താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാണക്യനീതി സേനയുടെ ഭാഗമാകുക. കാരണം ഇവിടെ നമ്മൾ മധുരമുള്ള വാക്കുകളല്ല, നിങ്ങളുടെ ജീവിതം മാറ്റുന്ന സത്യങ്ങളാണ് പറയുന്നത്. ഈ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പുറത്തുവന്ന എത്ര പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാൻ
ഞാനിപ്പോൾ ഉണർന്നു എന്ന് കമന്റിൽ എഴുതുക. അടുത്ത തവണ നമ്മൾ പോരാടാതെ തന്നെ ശത്രുക്കളെ മുട്ടുകുത്തിക്കാൻ കഴിയുന്ന ആ നിശബ്ദ ശക്തിയെക്കുറിച്ച് സംസാരിക്കും. അതുവരെ ജാഗ്രതയോടെയിരിക്കുക, ബുദ്ധിമാനായിരിക്കുക. കാരണം ഒരിക്കലും ആരെയും വിശ്വസിക്കരുത്.